ക്യാമറ വിവാദം തുടരുന്നതിനിടെ ഗതാഗത നിയമലംഘനങ്ങൾക്ക് കെൽട്രോൺ മുന്നറിയിപ്പ് നോട്ടീസ് നൽകി തുടങ്ങി. ഇന്നലെ മുതലുള്ള നിയമലംഘനങ്ങൾക്കാണ് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ മുന്നറിയിപ്പ് നോട്ടീസ് മാത്രമാണ് അയക്കുന്നത്. 20 മുതൽ പിഴ ഈടാക്കി തുടങ്ങും. പിഴ ഈടാക്കാതെ മുന്നറിയിപ്പ് നോട്ടീസ് സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കി അയക്കാനാകില്ല എന്നായിരുന്നു കെൽട്രോണിന്റെ നിലപാട്. എന്നാൽ കരാർ വ്യവസ്ഥയിലെ ക്രമക്കേട് പുറത്തുവന്നതോടെ സമ്മർദ്ദം കൂടി. ഇതോടെയാണ് സ്വന്തം നിലയിൽ പണം ചെലവാക്കി മുന്നറിയിപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. ഫോട്ടോ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് നോട്ടീസ് പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത്. ഇന്നലെ മുതലുള്ള തെരഞ്ഞെടുത്ത നിയമലംഘനങ്ങൾക്ക് മാത്രമാണ് നോട്ടീസ് അയക്കുന്നത്. മെയ് 19 വരെ പിഴ ഒഴിവാക്കി ബോധവൽക്കരണത്തിനായി നോട്ടീസ് അയക്കും. 20 മുതൽ പിഴ ഈടാക്കി തുടങ്ങും. നിയമലംഘനങ്ങൾ ബോധ്യപ്പെട്ടാൽ കൺട്രോൾ റൂം അംഗീകാരം നൽകി ചെല്ലാൻ അയക്കാനായി ITMS സെർവറിലേക്ക് അയക്കും. വാഹന ഉടമയുടെ നമ്പറിലേക്ക് പിഴ SMS അയക്കും. അതോടൊപ്പം സർക്കാരിൻ്റെ കൺട്രോൾ റൂമിലേക്ക് ചെല്ലാൻ കോപ്പിയെത്തും. ചെല്ലാൻ്റെ കോപ്പിയെടുത്ത് ഉദ്യോഗസ്ഥരുടെ ഒപ്പ് രേഖപ്പെടുത്തി തപാൽ വഴിയാകും പിഴ നോട്ടീസ് അയക്കുക. ഒരു മാസം 25 ലക്ഷം വരെ ചെല്ലാൻ അയക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നതിനിടെ CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. സംസ്ഥാന സമിതി യോഗത്തിന്റെ അജണ്ടയിലും ഈ വിഷയം ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്നാൽ നിരന്തരം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം തെളിവുകൾ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ വിവാദം ചർച്ചയാകാൻ സാധ്യതയുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള സംഘടനാ വിഷയങ്ങൾ സംസ്ഥാന സമിതി ചർച്ച ചെയ്യും.